നമ്മളിന്ന് റെഡിയാക്കാൻ പോണത് പച്ചടിയാണ്. ഇതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇളവനാണ്. അതിൻ്റെ പകുതി മതി നമുക്ക് പച്ചടി വെക്കാൻ. ഇതിൻ്റെ തൊലിയൊക്കെ പോക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ തൊലിയൊക്കെ പോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് 1/4 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഇത്ര തൈരാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ കടുക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. കടുക് നന്നായിട്ട് അരഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഇളവൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇളവൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഇളവെന്നും കുമ്പളങ്ങാന്നും പറയൂ കേട്ടോ. ഇനി വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇളവൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ആ വെള്ളം വേണ്ട, അതിൽ തീരെ വെള്ളം വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി വേണ്ടത് തൈരാണ്. തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കണം. ഇതിലേക്ക് നമുക്കൊന്ന് വറവിടണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പച്ചടിയാണിത്. അച്ചാറിന് പകരം പച്ചടി ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ മതി കുട്ടികൾക്ക് സ്കൂളിലേക്ക്. അവർക്കത് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേ.